തുടർച്ചയായ അഞ്ചാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. നിഫ്റ്റി 0.75% ഉയർന്ന് 22,570 ക്ലോസിംഗ് നൽകി. ബാങ്ക് നിഫ്റ്റി 0.63%, നിഫ്റ്റി IT 0.3%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.5% ഉയർന്നു. ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 1200ഓളം സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെന്റം പ്രകടമായിരുന്നു. അതേസമയം 1000ഓളം സ്റ്റോക്കുകൾ നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. അമേരിക്കയുടെ ക്വാർട്ടർ 1 GDP ഗ്രോത്ത് ഡേറ്റ പുറത്തുവരുന്നതിന് മുന്നോടിയായി ഏഷ്യൻ മാർക്കറ്റിലും യൂറോപ്യൻ മാർക്കറ്റിലും വീക്ക്നെസ് പ്രകടമായിരുന്നു. പ്രതീക്ഷിച്ച ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വൈകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും അമേരിക്കയുടെ ലേറ്റസ്റ്റ് ഇൻഫ്ലേഷൻ ഡേറ്റ ഉയർന്നു വരികയും വെള്ളിയാഴ്ച അമേരിക്കയുടെ ഫ്രഷ് ഇൻഫ്ലേഷൻ ഡേറ്റ പുറത്തുവരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ അവസ്ഥയിലും ഇന്ത്യൻ മാർക്കറ്റ് ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.71%, മിഡ് ക്യാപ് ഇൻഡെക്സ് 0.51% ഉയർന്നു. ആക്സിസ് ബാങ്ക്, SBI, ഡോക്ടർ റെഡ്ഡീസ് ലാബ് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു ഇന്ന് നിഫ്റ്റിയെ മുന്നിൽ നിന്നും നയിച്ചത്. PSU ബാങ്കിംഗ് സെക്ടർ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും 3.7% ഉയരുകയും ചെയ്തു. നിഫ്റ്റി ഫാർമ, ഹെൽത്ത് കെയർ, മെറ്റൽ, ഓട്ടോ തുടങ്ങിയ ഇൻഡെക്സുകളും 1% മുകളിൽ ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ ദിവസം ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ച കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടർ 0.43% ഇടിയുകയും റിയാലിറ്റി 0.25% ഇടിയുകയും ചെയ്തു. ക്രൂഡിന്റെ വില ഇടിയുന്നതും ഇന്ത്യൻ മാർക്കറ്റിന് അനുകൂലമായൊരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം അയയുകയും US-ലുള്ള ക്രൂഡിന്റെ ഡിമാൻഡ് ഇടിയുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ക്രൂഡിന്റെ വില ഇടിയുന്നുണ്ട്. എന്നാലും കഴിഞ്ഞ 7 ദിവസമായി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ മാസീവ് സെല്ലിംഗ് നടത്തുന്നു. 25,853 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് 7 ദിവസം കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തിയത്. ഇതിന് കൌണ്ടറായ ബൈയിങ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തുന്നുമുണ്ട്. ഇന്ന് ബാങ്കിംഗ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി പോലുള്ള ഇൻഡെക്സ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിന് പിന്നിലെ പ്രധാന കാരണം ആക്സിസ് ബാങ്കിന്റെയും SBI ബാങ്കിന്റെയും പെർഫോമൻസ് ആണ്. ആക്സിസ് ബാങ്ക് 6%ഓളം ഉയർന്ന് 1127 ക്ലോസിംഗ് നൽകി. 3.48 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 26.09, ഡിവിഡന്റ് yield 0.08%, 52 വീക്ക് ഹൈ 1150, 52 വീക്ക് ലോ 883. ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ആയിരുന്നു ഇന്ന് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം ആക്സിസ് ബാങ്ക് 5,728 കോടി രൂപയുടെ ലോസ് റിപ്പോർട്ട് ചെയ്തെടുത്ത് ഇപ്പോൾ 7,130 കോടി രൂപയുടെ പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ ആക്സിസ് ബാങ്കിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 11% ഇയർ ഓൺ ഇയറിലും 4% ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഉയർന്ന് 7,130 കോടിയായി മാറി. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി ₹1 പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം തന്നെ കമ്പനി ഫണ്ട് റൈസിംഗിനും അപ്രൂവൽ നൽകിയിട്ടുണ്ട്. ഏകദേശം 55,000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ആണ് ആക്സിസ് ബാങ്ക് നടത്തുന്നത്. 35,000 കോടി രൂപ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് വഴിയും 20,000 കോടി രൂപ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് വഴിയുമാണ് കമ്പനി സമാഹരിക്കുന്നത്. ഫണ്ട് റൈസിംഗിന്റെ പശ്ചാത്തലത്തിലും ക്വാർട്ടർലി റിസൾട്ടിന്റെ പശ്ചാത്തലത്തിലും ഒട്ടുമിക്ക ഗ്ലോബൽ ബ്രോക്കേജുകളും ആക്സിസ് ബാങ്കിൽ ബുള്ളിഷാണ്. ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ആക്സിസ് ബാങ്കിന് മോർഗൻ സ്റ്റാൻലി 1,450 രൂപയുടെ ടാർഗറ്റും ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. പ്രഭുദാസ് ലീലാധർ 1,280 നിന്നും ടാർഗറ്റ് 1,400 ഉയർത്തിയിട്ടുണ്ട്. ടാർഗറ്റ് ഉയർത്തിയതിന് പിന്നിലെ ചില റാഷണൽസ് പരിശോധിക്കുകയാണെങ്കിൽ 2024-26 ഫിനാൻഷ്യൽ ഇയറിലെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഹയർ ട്രജക്ടറിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കൂടാതെ 2026 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 1.7%, ROE 16%ഓളവും വർദ്ധിക്കുമെന്നും പ്രഭുദാസ് ലീലാധറിന്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നു. ഇവിടെ ICICI ബാങ്കുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക് അട്രാക്റ്റീവ് വാല്യൂഷനിലും ലഭ്യമാണ്. ഈ ഫാക്ടുകൾ പരിശോധിച്ചാണ് പ്രഭുദാസ് ലീലാധർ ആക്സിസ് ബാങ്കിന്റെ ടാർഗറ്റ് 1,250 നിന്നും 1,400 ഉയർത്തിയത്. മറ്റൊരു ഗ്ലോബൽ ബ്രോക്കേജായ JM ഫിനാൻഷ്യലും ആക്സിസ് ബാങ്കിൽ ബുള്ളിഷാണ്. 1,330 രൂപയുടെ ടാർഗറ്റാണ് ആക്സിസ് ബാങ്കിന് JM ഫിനാൻഷ്യൽ നൽകിയിരിക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ടിന്റെയും ഫണ്ട് റൈസിംഗിന്റെയും പശ്ചാത്തലത്തിൽ ആക്സിസ് ബാങ്കിൽ റീ റേറ്റിംഗ് വരുമെന്നാണ് JM ഫിനാൻഷ്യൽ വിശ്വസിക്കുന്നത്. കമ്പനിയുടെ ഡെപ്പോസിറ്റ് വോളിയം ഉയരുന്നതും പോസിറ്റീവ് മാർജിൻ ട്രജക്ടറിയും അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആകുന്നതും സ്റ്റോക്കിൽ പോസിറ്റീവ് ഇമ്പാക്ട് ചെലുത്തുന്നു. കൂടാതെ റിട്ടേൺ ഓൺ അസറ്റ് 1.8% ഉയരുമെന്നും ROE 17.2% വർദ്ധിക്കുമെന്നും JM ഫിനാൻഷ്യൽ വിശ്വസിക്കുന്നു. ആക്സിസ് ബാങ്ക് എന്ന സ്റ്റോക്ക് ഈ വർഷം അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ ആക്സിസ് ബാങ്കിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് 26% റിട്ടേൺ ആണ് കാണാൻ സാധിക്കുന്നത്.
2024 വർഷത്തിൽ മാത്രം ആക്സിസ് ബാങ്ക് 2% റിട്ടേണാണ് നൽകിയത്. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 15% റിട്ടേണും 1 മാസം കൊണ്ട് 6% റിട്ടേണും നൽകി. ആക്സിസ് ബാങ്കിനെ ശ്രദ്ധിക്കാനുള്ള പ്രധാന കാരണം 1150 എന്ന ലെവലിൽ സ്റ്റോക്കിൽ ബ്രേക്കൌട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ബോക്സ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ പാറ്റേണിലുള്ള ഒരു ബ്രേക്കൌട്ട് പ്രതീക്ഷിക്കാം. 1150 മുകളിൽ സ്റ്റോക്ക് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ സ്റ്റോക്ക് 1250, 1300 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 1050 എന്ന ലെവൽ സ്ട്രോങ് സപ്പോർട്ടും ഇവിടെ സ്റ്റോക്കിൽ അക്കുമുലേഷനും നടക്കുന്നുണ്ട്. ഇന്ന് ആഫ്റ്റർ മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട മറ്റൊരു സ്റ്റോക്കാണ് ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസ് 0.45% ഇടിഞ്ഞ് 7296 ക്ലോസിംഗ് നൽകി. 8192 52 വീക്ക് ഹൈ, 5928 52 വീക്ക് ലോ, 4.5 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 32.24, ഡിവിഡൻഡ് ഈൽഡ് 0.41%. ബജാജ് ഫിനാൻസിന്റെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 21% വർദ്ധിച്ച് 3824 കോടിയായി മാറി. മാർക്കറ്റ് എസ്റ്റിമേഷനുമായി ഇൻലൈനായ ക്വാർട്ടർലി റിസൾട്ടാണ് ബജാജ് ഫിനാൻസ് പുറത്തുവിട്ടിരിക്കുന്നത്. 3888 കോടി രൂപയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റാണ് ബജാജ് ഫിനാൻസിൽ നിന്നും മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. കൂടാതെ ബജാജ് ഫിനാൻസിന്റെ അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഗ്രോസ് NPA 0.95% നിന്നും 0.85% ഇടിയുകയും നെറ്റ് NPA 0.37% നിന്നും 0.34% ഇടിയുകയും ചെയ്തു. സ്റ്റാൻഡ് ലോൺ സെഗ്മെന്റിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 20% വർദ്ധിച്ച് 3402 കോടിയായി മാറി. അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷൻ പ്രകാരം 3546 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. ഇവിടെ അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെ കമ്പനി മിസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. എന്നാലും ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റ് 2837 കോടിയിൽ നിന്നും 3402 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇതുകൂടാതെ ബജാജ് ഫിനാൻസിന്റെ കൺസോളിഡേറ്റഡ് റവന്യൂ 31% വർദ്ധിച്ച് 9719 കോടിയിൽ നിന്നും 12764 കോടിയിലേക്ക് എത്തി. ഗ്രോസ് NPA 1.05%, നെറ്റ് NPA 0.46% രേഖപ്പെടുത്തി. കമ്പനിയുടെ ടോട്ടൽ റവന്യൂ 31% വർദ്ധിച്ച് 12760 കോടിയായി മാറി. ഇവിടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 29% വർധന ഉണ്ടായിട്ടുണ്ട്. 7340 കോടി രൂപയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതർ ഇൻകം 107% വർദ്ധിച്ച് 3.94 കോടിയായി മാറി. പ്രീ പ്രൊവിഷനിങ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ 26% വർധന ഉണ്ടായിട്ടുണ്ട്. 4633 കോടിയിൽ നിന്നും പ്രീ പ്രൊവിഷനിങ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 5844 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ ബജാജ് ഫിനാൻസിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 35% വളർന്ന് 1.80 ലക്ഷം കോടിയിൽ നിന്നും 2.44 ലക്ഷം കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ ലോൺ ലോസസ് ഏകദേശം 803 കോടിയിൽ നിന്നും 1278 കോടിയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം. 7296 അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 7000 പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. സ്റ്റോക്ക് ഈ ലെവലിലേക്ക് എത്തുമ്പോഴൊക്കെ ബൈയിങ് എമർജ് ആകുന്നതായിട്ട് കാണാം. 7500, 8000 തുടങ്ങിയ റേഞ്ചുകൾ റെസിസ്റ്റൻസ് സോണാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്